സോഫയിൽ വന്നിരിക്കുമ്പോൾ നേരെ കാണുന്ന തരത്തിൽ ഈ ഭാഗത്ത് വോളായിട്ട് അടിപൊളിയായിട്ട് ഒരു ഷോക്കേസ് ചെയ്തതായിട്ട് കാണാം. ഇവിടെ താഴെയായിട്ട് നോക്കിക്കേ, നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഹൈസം വ്ലോഗിന്റെ ഒരു അടിപൊളി ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെബീന സുബൈർ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് 1250 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഒരു അടിപൊളി വീടാണ് കേട്ടോ ഇത്. വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് പെരിന്തല്ലൂരാണ് വരുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ട നിങ്ങൾക്ക്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയായിട്ടാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ടും വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. മെയിൻ ആയിട്ടുള്ള ഷോവോൾസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അതും വുഡൻ തീമിൽ. നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോഴന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു കാർപോച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാർപോച്ചിന്റെയും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന്റെ രണ്ട് ഭാഗത്തെ പില്ലേഴ്സിലായിട്ടും കാർപോച്ചിന്റെ ആ ഒരു ഭാഗത്തെ പില്ലേഴ്സിലായിട്ടും മെയിൻ ഷോവോളിലൊക്കെ ആയിട്ട് വുഡൻ തീമിൽ ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ നമ്മുടെ ബോർഡേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഡാർക്ക് ഷെയ്ഡിൽ പെയിന്റിംഗ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഈ ഒരു കാർപോച്ചിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തതായിട്ട് കാണാം. കൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ടും ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. അതിന് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ മിനിമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്പേസിൽ രണ്ട് ഭാഗത്തായിട്ടും സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ നീളത്തിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റെപ്പിലും സിറ്റ് ഔട്ടിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ആ ഒരു സെയിം ഗ്രാനൈറ്റിനാണ് ഇവിടെ നമ്മുടെ സിറ്റിംഗ് ഏരിയയിലും കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ കണ്ടില്ലേ സ്റ്റോറേജ്, അതേപോലെ തന്നെ ഇവിടെ ആയിട്ടും ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാർപോച്ചിൽ കണ്ട പോലെ തന്നെ ആ ഒരു പുറത്തേക്കായിട്ടുള്ള രീതിക്കാണ് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ എൽ ഷേപ്പിൽ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോവോൾസിലൊക്കെ ആയിട്ടും അതുപോലെ പില്ലേഴ്സിലൊക്കെ ആയിട്ട് ഈ ഒരു വുഡൻ തീമിൽ ടെക്സ്റ്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഡോർ നോക്കാം. ഈ ഒരു ഡോറിന്റെ വുഡ് വന്നിട്ട് അക്കേഷ്യ ആണ് കേട്ടോ. രണ്ട് ഭാഗത്തായിട്ടും 2 സ്റ്റീലിന്റെ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്ന തരത്തിലാണ് ഇവിടെ നമ്മുടെ ഈ ഒരു സ്റ്റെയറിന്റെയും വാഷേരിയന്റെ ഒക്കെ സെറ്റിംഗ്സ് കിട്ടും. നമ്മുടെ വാഷേരിയന്റെ ഭാഗത്ത് ആ ഒരു ലൂവർ ഡിസൈൻ ഒക്കെ കൊടുത്തപ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ. നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്ന ഈ ഒരു സ്പേസില്ലേ, ആ ഒരു സ്പേസിൽ ഒതുങ്ങിയ തരത്തിലാണ് നമ്മുടെ ഈ ഒരു സോഫ വരുന്നത്. കളർ തീം നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഏകദേശം 27,000 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒതുങ്ങിയ തരത്തിൽ വരുന്ന ടീ ടേബിളും കാണാം. ഫ്ലോറിലായിട്ട് കട്നി മാർബിൾ ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 150 രൂപയാണ് ആയിട്ടുള്ളത്. ഇവർ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മളിവിടെ നമ്മുടെ സോഫയിൽ വന്നിരിക്കുമ്പോൾ നേരെ കാണുന്ന തരത്തിൽ ഈ ഭാഗത്ത് വോളായിട്ട് അടിപൊളിയായിട്ട് ഒരു ഷോക്കേസ് ചെയ്തതായിട്ട് കാണാം. അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രെയിംസും ട്രോഫീസും കാര്യമൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്കും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നായിട്ട് ഈ ഒരു ഹോളിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു വർക്കാണ് കേട്ടോ. ജിപ്സത്തിലാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ തീമിൽ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊന്ന് അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിവിംഗിന്റെ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് വിൻഡോസ് കാണാൻ കേട്ടോ. ഹോളിലോട്ട് നല്ല പ്രകാശം കിട്ടുന്ന രീതിക്ക് തന്നെയാണ് ഒക്കെ ചെയ്തിട്ടുള്ളത്. കർട്ടൻസ് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഈ ഒരു കർട്ടൻ ചെയ്യാനും അതേപോലെ തന്നെ ടോട്ടലി ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് 1,75,000 രൂപയാണ്. അപ്പൊ ഈ വീട് ഇത്രയും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗാലക്സി ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർക്കായിട്ട് നമ്മൾ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ ഇവിടെ അടിപൊളിയായിട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് കളേഴ്സ് പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പൊ അവരുടെ നമ്പറും അതേപോലെ തന്നെ ടൈലിന്റെ വർക്കൊക്കെ ചെയ്തവരുടെ നമ്പറൊക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിട്ടോ. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഡൈനിങ്ങിന്റെ സ്പേസിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടേബിൾ. ഈ ടേബിളിന് മാത്രം 20,000 രൂപ വരുന്നുണ്ട് കേട്ടോ. ദെൻ നമ്മൾ ചെയർ വരികയാണെങ്കിൽ 6 ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഈ ചെയർ അടക്കം ഈ ഒരു സെറ്റിനായിട്ടുള്ളത് 35,000 രൂപയാണ്. ഡൈനിങ്ങിനെ ഒന്ന് മെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോളാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു യെല്ലോ ഷെയ്ഡിൽ ടെക്സ്റ്റർ ഡിസൈൻ കൊടുത്തിട്ട് അതിലായിട്ട് ഇതുപോലെ ഗോൾഡൻ ലൈൻസ് ഒക്കെ വന്നപ്പോൾ പ്രത്യേക ഭംഗിയില്ലേ കാണാൻ.
ഇപ്പൊ പൊതുവെ എല്ലാ വീട്ടിലും കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡൈനിങ്ങും കിച്ചണും ഏകദേശം ഒരു സെയിം ഏരിയയിലായിട്ടാണ് സെറ്റ് ചെയ്യുക. അപ്പൊ അവിടുന്ന് ഡയറക്റ്റ് ഫുഡ് സെർവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു നോട്ടൊക്കെ കിട്ടുന്ന രീതിക്ക് തന്നെ ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ നോക്കാൻ വരട്ടെ. അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു വാഷ് ഏരിയ കാണല്ലേ. അപ്പൊ ഞാൻ ഡോറ് തുറന്ന് കയറി വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ കാണുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ലോവർ ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു LED ലൈറ്റിംഗ് മിറർ കൊടുത്തിട്ടുണ്ട്. ദെൻ താഴെ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അതിലായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ആയിട്ട് ഇതേപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റെയറിനോട് ചേർന്നിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ വരുന്നത്. സോ നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ടും ഇതേപോലെ സ്റ്റോറേജ് യൂണിറ്റ് കാണാവേ. അപ്പൊ നമ്മുടെ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കിച്ചണും ഒക്കെ നമ്മൾ കണ്ടില്ലേ. ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അതായത് നമ്മുടെ ഡൈനിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഈ രണ്ട് വശത്തായിട്ടാണ് 2 ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലോട്ട് വരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ സ്റ്റെയറും കാര്യമൊക്കെ കണ്ടതിന് ശേഷം ബെഡ്റൂമും കിച്ചണൊക്കെ നോക്കാം. നമ്മുടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പിൽ മൊത്തത്തിലായിട്ട് നോക്കുകയാണെങ്കിൽ ബേസിലായിട്ട് ഗ്രാനൈറ്റും ഇടക്ക് വരുന്ന ഭാഗത്ത് ഈ ഒരു സീം മാർബിളും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹാൻഡ് റെയിലോട്ട് വരുമ്പോൾ ഇരുമ്പിലാണ് ഒരു വുഡൻ ബ്ലാക്ക് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് വുഡൻ തീമിൽ പെയിന്റിംഗ് ഒക്കെ കൊടുത്തപ്പോൾ ശരിക്കും ചെയ്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഏകദേശം ഇത് ചെയ്യാനായിട്ടുള്ളത് 24,000 രൂപയാണ്. നമ്മളെ ഇവിടുന്ന് നമ്മുടെ സ്റ്റെയർ ഏരിയയിൽ ആ ഒരു വോളിലോട്ട് നോക്കുന്ന സമയത്ത് കുറച്ച് ഭംഗി വരുത്തുന്ന തരത്തിൽ ഇതുപോലെ പെയിന്റിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലാൻഡിംഗ് സ്പേസിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നമുക്ക് അയൺ പർപ്പസിനും അതുപോലെ സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ 2 ബെഡ്റൂമും കാണുന്നതിന്റെ മുന്നായിട്ട് ഹോളിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡോറ് തുറക്കുമ്പോഴേ നേരെ ശ്രദ്ധിക്കുന്നത് ആ ഒരു പ്രിന്റഡ് ടൈൽ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയിട്ട് കാണാൻ അതുപോലെ നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ബാത്റൂം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് വരാം. ഈ ഒരു ബെഡ്റൂമിലോട്ട് വരുമ്പോ തന്നെ നമ്മുടെ കണ്ണ് നേരെ പോവാ ഈ കാണുന്ന വോളിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ ഒരു വോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഷോളായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത ഈ ഒരു വോളിന് ഒട്ടും ഭംഗി കുറവ് വരുത്താത്ത തരത്തിൽ നല്ല അടിപൊളിയായിട്ട് വലിയൊരു വിൻഡോ ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സിമ്പിൾ ആയിട്ടാണ് ബാക്കി ഡിസൈൻ ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ്. ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ടും അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യമൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വരുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റും താഴെയായിട്ട് കുഞ്ഞു സ്റ്റോറേജസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഈ ബെഡ്റൂമിലോട്ടും കയറി വരുമ്പോൾ നേരെ കണ്ടുപോവുക ഈ ഒരു വോളിലേക്കാണ് കേട്ടോ. അവിടത്തേക്കാളൊക്കെ ഒന്നുകൂടി ഇഷ്ടമായിട്ടോ. ഈ ഒരു വോളിലെ ഡിസൈൻ വന്നിട്ട് നല്ല രസമില്ലേ. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂമിലോട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെയാണ് വിൻഡോസ് ഒക്കെ വരുന്നത്. ഈ ഒരു വോളിലായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി കളർ തീമിലാണ്. സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ മിറർ യൂണിറ്റും കൂടാതെ ഇതേ താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പുറമെ ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഓരോ സ്റ്റോറേജ് സ്പേസ് കാണാം. നമ്മുടെ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അത്യാവശ്യം സൗകര്യത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. വാഷ് ഏരിയന്റെ യൂണിറ്റ് ഒക്കെ വരുന്ന നല്ലൊരു ബാത്റൂം ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോൾ കിച്ചണിന്റെ ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡോറിൽ ഇതുപോലെ പ്രിന്റഡ് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ മനോഹരമായിട്ട് ചെയ്ത് ഇവിടുത്തെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം ഇവിടുത്തെ ഈ ഒരു വോൾ ടൈലാണ് കേട്ടോ. നല്ലൊരു അടിപൊളി കളറും ആണ്. അതേപോലെ തന്നെ നല്ലൊരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. സോ നമുക്കിനി ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എൽ ഷേപ്പിലായിട്ട് ഇതുപോലെ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഇതുപോലെ ഗ്രാനൈറ്റിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. താഴെയും മുകളിലൊക്കെ ആയിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു സ്ക്വയർ കട്ടിംഗ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡൈനിങ്ങിലേക്ക് ഫുഡൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തതായിട്ട് കാണാവേ. അതിനോട് ചേർന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഗ്ലാസ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം സ്റ്റോറേജിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ഓപ്പൺ ആയിട്ടും ഇതുപോലെ സ്റ്റോറേജ് കാണാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടും ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ ഈ ഒരു മുകളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തതായിട്ട് കാണാം കേട്ടോ. ഇവിടെ താഴെയായിട്ട് നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഉള്ളിലായിട്ട് സ്റ്റോറേജിന് പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇവിടെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ എന്നുള്ള നിലക്കും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് ഇവിടെ ഈ ഒരു കൗണ്ടർ ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റിനാണ് ടോപ്പിൽ. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ലൂവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാവുന്ന തരത്തിൽ സിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ വരുന്നത്. കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. ഓപ്പൺ
ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ബട്ട് നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് കാണുന്നില്ല. ഇനി ഇവിടെ നമ്മുടെ അടുപ്പിന്റെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ അടുപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വെന്റിലേഷനും അതുപോലെ തന്നെ എയർ പാസിംഗ് ഒക്കെ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ കണ്ടില്ലേ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ആ ഒരു ഭാഗം അവിടെയാണ് വരുന്നത്. അടുപ്പ് ഈ ഒരു ഭാഗത്താണ്. സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ സിങ്കിനുള്ള സ്പേസും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടോപ്പിൽ ഗ്രാനൈറ്റിനാണ്. കൂടാതെ നമുക്ക് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് റെയിലിംഗും കൂടാതെ നമുക്ക് പാത്രങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇവിടെ ഒരു സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ഒക്കെ മൊത്തത്തിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന തരത്തില്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. നല്ലോണം സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റോർ റൂം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ ഇവിടുന്ന് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലും അതുപോലെ തന്നെ നമുക്ക് പാത്രം കഴുകാനായിട്ട് വലിയൊരു ഫെസിലിറ്റി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു അമ്മിക്കല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പത്തെ വീട്ടിലൊക്കെ നമ്മൾ കാണാത്തൊരു കാര്യമാണ്. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കൂടാതെ നല്ലോണം വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ നെറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു വീടിന് ടോട്ടൽ ആയിട്ടുള്ള ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 32 ലക്ഷം രൂപയാണ് കേട്ടോ. വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.